ഇടത് വലത് മുന്നണികളുടെ പിടിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കുകയാണ് NDAയുടെ ലക്ഷ്യമെന്നും കാലഘട്ടത്തിനനുസരിച്ച് മുന്നോട്ട് വരാത്ത CPMും കോൺഗ്രസും ഒരു നൂറ്റാണ്ട് പിന്നിലാണെന്നും കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. വികസനത്തിനായി ലഭിക്കുന്ന പണം ഇടത് സർക്കാർ ദുരുപയോഗം ചെയ്യുകയാണെന്നും പറഞ്ഞു. കൊട്ടാരക്കരയിൽ മാവേലിക്കര ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ബൈജു കലാശാലയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടത്തിയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രാജ്നാഥ് സിംഗ്. ഇടത് വലത് മുന്നണികളുടെ പിടിയിൽ നിന്നും കേരളത്തെ രക്ഷിക്കുകയാണ് NDAയുടെ ദൗത്യമെന്ന് കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. മാവേലിക്കര ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ബൈജു കലാശാലയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കൊട്ടാരക്കരയിൽ നടത്തിയ NDA പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രാജ്നാഥ് സിംഗ്. राजीव गांधी ने एक बार कहा था कि करप्शन भारत में इतना है कि मैं सेंटर से 100 पैसा भेजता हूं तो नीचे पहुंचते लोगों के पास केवल 14 पैसा पहुंच पाता है. 86 पैसा यह करप्शन की भेंट चढ़ जाता है. यह उन्होंने अपनी मजबूरी व्यक्त की, लाचारी व्यक्त की, लेकिन इसका कोई समाधान, इसकी कोई रेमेडी वो नहीं दे पाए. इस चैलेंज को इंडिपेंडेंट इंडिया में किसी प्राइम मिनिस्टर ने स्वीकार किया है तो हमारे प्राइम मिनिस्टर मोदी जी ने स्वीकार किया है. और आपने देखा होगा कि जनधन, आधार और मोबाइल की एक ऐसी ट्रिनिटी उन्होंने तैयार कर दी. आज दिल्ली के बैंक से भी 100 पैसा चलता है तो 100 का 100 पैसा आपकी पॉकेट में होता है. एक पैसा भी करप्शन को नहीं चलने पाता. സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ വ്യാപകമായ അഴിമതി നടക്കുന്നുണ്ടെന്നും നഷ്ടമായ പണം അർഹതപ്പെട്ടവർക്ക് തിരികെ നൽകാൻ നിയമവിദഗ്ധരുമായി ചർച്ച നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വികസനത്തിനായി ലഭിക്കുന്ന പണം ഇടത് സർക്കാർ ദുരുപയോഗം ചെയ്യുകയാണ്. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരാണെന്ന് സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടുണ്ടെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. കേരളത്തിലെ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് വികസനം വരാൻ ക്രമസമാധാനം ആവശ്യമാണ്. കോൺഗ്രസിന്റെയും CPMന്റെയും പൊതുസ്വഭാവം ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ നിന്ന് പുറത്തുപോയാൽ പിന്നെ തിരികെ വരില്ല എന്നതാണ്. കേരളത്തിൽ നിന്നും ഇവരെ പുറത്താക്കണം. കാലഘട്ടത്തിനനുസരിച്ച് മുന്നോട്ട് വരാത്ത CPMും കോൺഗ്രസും ഒരു നൂറ്റാണ്ട് പിന്നിലാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. NDA മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഇൻചാർജ് ഷാജി രാഘവൻ അധ്യക്ഷനായി. BJP നേതാക്കളായ PK കൃഷ്ണനാഥ്, അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ, MB ഗോപകുമാർ, ശ്യാം രാജ്, T അനിയപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് ജ്യോതിസ് സ്വാഗതം പറഞ്ഞു. സ്ഥാനാർത്ഥി ബൈജു കലാശാലയും സമ്മേളനത്തിൽ സംസാരിച്ചു. രാധാകൃഷ്ണ മേനോൻ, രാജീവ് പ്രസാദ്, സന്തോഷ് ശാന്തി, ആനന്ദ് രാജ്, സിനി മുണ്ടപ്പള്ളിൽ, ജോൺ മാത്യു മുല്ലശ്ശേരി, G ഗോപിനാഥ്, അജിമോൻ, രാജ്മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. സീഡിംഗ് ന്യൂസ് ചാരുമൂട്.